ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹും റസൂലുള്ളാഹ് എന്ന കലിമയാണ് ദ്രാവിഡ സമൂഹത്തിന്റെ പാരമ്പര്യം. കാലങ്ങൾ മുന്നോട്ട് പോയി, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ, എന്താണ് വ്യതിചലിക്കാൻ കാരണം? മരിച്ചുപോയ മഹത്തുക്കൾക്ക് വല്ലതും പല ശക്തികളും ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഭരണകൂടവും പുരോഹിതന്മാരും അവരെ പ്രയോജനപ്പെടുത്തി അവരുടെ മനസ്സിലേക്ക് അല്ലാഹുവല്ലാത്ത ശക്തികളെ കടത്തിവിട്ട് അവരെ പൂർണ്ണമായ രീതിയിൽ സാമ്പത്തികമായും പൂർണ്ണമായ രീതിയിൽ അധികാരപരമായും ചൂഷണം ചെയ്തു. ഈ ചൂഷണത്തിനെതിരെ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോഴേക്ക് നൂഹ് നബി സ്ഥാപിച്ചെടുത്ത ഇസ്ലാമിന്റെ ഒരു അംശം പോലും ദുനിയാവിൽ ബാക്കിയില്ല. ആ രീതിയിൽ ഇസ്ലാമിൽ നിന്ന് ജനം മറ്റ് രീതികളിലേക്ക്, മറ്റ് വിശ്വാസങ്ങളിലേക്ക് ചേക്കേറി. എന്താണ് ഈ മറ്റു വിശ്വാസം? അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെന്നും വിശ്വസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ദൈനംദിന കാര്യത്തിൽ ഇടപെടുന്നത് മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ പുറം ശക്തികളാണ് എന്ന വിശ്വാസം. അതാണ് എല്ലാ കാലഘട്ടത്തിലും മതത്തെ ഉണ്ടാക്കിയെടുത്തത്. ഇതിനെതിരായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദിച്ചു. മനസ്സിലാക്കി കൊടുക്കാൻ ഇബ്രാഹിം നബി എന്താണ് ചെയ്തത്? മൈതാനത്ത് നിന്ന് തന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഉണർത്തുകയാണ്. ഫലമ്മാ റഅൽ ഖമർ ഫലമ്മാ റഅ കൗകബ, നക്ഷത്രം ഉദിച്ചു വന്നു ആകാശലോകത്ത്. ഖാല, കൂട്ടുകാര് കേൾക്കത്തക്ക വിധത്തിൽ ഇബ്രാഹിം പറഞ്ഞു, ഹാദാ റബ്ബി, എന്റെ പരിപാലകൻ ഈ നക്ഷത്രമാണ്, എന്റെ ഉടമസ്ഥൻ ഈ നക്ഷത്രമാണ്, എന്നെ നിർമ്മിച്ചത് ഈ നക്ഷത്രമാണ്, എന്നെ നിയന്ത്രിക്കുന്നത് ഈ നക്ഷത്രമാണ്. അതാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ എപ്പോൾ റബ്ബ് എന്ന പദം ഉപയോഗിക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും റബ്ബ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ 3 അർത്ഥം അതിന് കൽപ്പിച്ചിരിക്കണം. കാരണം 3 അർത്ഥമുള്ള 3 രീതിയിലുള്ള കഴിവുകൾ ഏതൊരുത്തരിലുണ്ടോ അവന് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബന, ഞങ്ങളെ റബ്ബേ, റബ്ബി, എന്റെ റബ്ബേ, ഈ അറബി വാക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം അതിന് നാം കണ്ടിരിക്കേണ്ട അർത്ഥം 3 അർത്ഥങ്ങൾ അതിനുണ്ട്. 3 ശക്തികൾ ഒരുമിച്ചു കൂടിയതിനാണ് റബ്ബ് എന്ന് പറയുന്നത്. 1 മുൽക്ക്, ഉടമസ്ഥതാധികാരം. 2 ഖൽക്ക്, നിർമ്മാണാധികാരം. 3 തദബ്ബുർ, നിയന്ത്രണാധികാരം. ഈ 3 അധികാരം ഒരുവനിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ പേരാണ് അല്ലാഹ്. ആ ഒരുവന്റെ ഇസ്മലമാണ് അല്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ പേര്. 1ാമത്തെ പേര് അല്ലാഹ് എന്നായത്, 2ാമത്തെ പേര് റബ്ബ് എന്നായത്. ഈ 3 അധികാരമുള്ള ഒരാളെയും ലോകത്താരും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. നൂഹ് നബിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ദ്രാവിഡ മതക്കാരും ഈ 3 അധികാരമുള്ളത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ അവരും ഈ 3 അധികാരമുള്ള വേറൊരാളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു അല്ലാതെ. മൂസ നബിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ അവരും ഈ 3 അധികാരം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈസ നബിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ ഈ 3 അധികാരം അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് അവർ സമർത്ഥിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ ഈ 3 അധികാരം അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കുണ്ടെന്ന് അവർ സമർത്ഥിച്ചിട്ടില്ല. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാകാനുള്ള യോഗ്യത ഭൂലോകത്ത് ഏതെങ്കിലും ഒരു ശക്തിക്കോ വ്യക്തിക്കോ ആരും അർപ്പിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നവനാകാനുള്ള യോഗ്യത, ഖാലിഖാവാനുള്ള യോഗ്യത, ആകാശത്തെ നിർമ്മിച്ചവർ, ഭൂമിയെ നിർമ്മിച്ചവർ ഈ പറയപ്പെട്ടവരാണെന്ന് ആരും പറയുന്നില്ല. അതേപോലെ തന്നെ 3ാമത്തെ യോഗ്യത നിയന്ത്രണമാണ്. സൂര്യനെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ചന്ദ്രനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ആകാശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, കടലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, കരയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ ആണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ലോകത്ത് വാദത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടി പറഞ്ഞ ഒരാളുണ്ട്, അയാള് ഫിർഔനാണ്.
ലോക ചരിത്രത്തിൽ ഞാനാണ് റബ്ബ് എന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് വാദിച്ച ഒരേ ഒരാള് ഫിർഔനാണ്. അള്ളാഹു പറഞ്ഞു, നാവ് കൊണ്ട് ഞാനാണ് റബ്ബെന്ന് പറയുമ്പോഴും അവന്റെ ഹൃദയം അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ആകത്തുക അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു അല്ലാത്ത ശക്തികൾക്കും വ്യക്തികൾക്കും നിയന്ത്രണാധികാരവും നിർമ്മാണാധികാരവും വകവെച്ചു കൊടുക്കുന്നവർ ആ ഒരു ഉദാഹരണത്തിലൂടെ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കൂട്ടി വായിച്ചാൽ കാര്യം ബോധ്യപ്പെടും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ജനങ്ങൾക്ക് അള്ളാന്റെ വഹദാനിയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണ് സുഹൃത്തുക്കളെ വഹദാനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉടമസ്ഥതാധികാരത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, നിർമ്മാണാധികാരിയായി അള്ളാഹു മാത്രമേ ഉള്ളൂ, നിയന്ത്രണാധികാരിയായി അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ഇലാഹാക്കാവൂ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ ഇലാഹാക്കാവൂ. അതാണ് റുബൂബിയത്തിൽ നിന്ന് ഉലൂഹിയത്തിലേക്കുള്ള ഈമാൻ. എന്തുകൊണ്ട്? അള്ളാഹു റബ്ബായതുകൊണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ അള്ളാഹുവിനെ ഇലാഹാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേരത്തെ മനുഷ്യൻ പ്രഖ്യാപിച്ചത് ലാ റബ്ബ ഇല്ലല്ലാഹ്, അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. മാനവകുലം മുഴുവനും സമ്മതിച്ച വിഷയം അല്ലാഹു റബ്ബാണ്. എന്താണ് അല്ലാഹു റബ്ബാണെന്ന് പറഞ്ഞാൽ? അല്ലാഹു മാലിക്കാൻ, ഖാലിഖാൻ, മുദബ്ബിറാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹാകാൻ അവൻ മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഇലാഹ്? മഅബൂദ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അള്ളാഹുവിനോടേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹു റബ്ബാൻ, അള്ളാഹു അല്ലാത്തവരാരും റബ്ബല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ നടത്തുന്നത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹു റബ്ബായതുകൊണ്ട്. മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ അയാൾ റബ്ബാണെന്ന് തെളിയിക്കണം. നേർച്ച വഴിപാടുകൾ മുഹിദ്ദീൻ ഷേഖിന് പറ്റുമെങ്കിൽ മുഹിദ്ദീൻ ഷേഖ് റബ്ബാണെന്ന് തെളിയിക്കണം. ഏതെങ്കിലും റസൂലിന് പറ്റുമെങ്കിൽ റസൂല് റബ്ബാണെന്ന് തെളിയിക്കണം. ഏതെങ്കിലും നബിക്ക് പറ്റുമെങ്കിൽ നബി റബ്ബാണെന്ന് തെളിയിക്കണം. എന്തുകൊണ്ട്? റബ്ബിന് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. ഇല്ലെങ്കിലോ അവൻ ഈമാനിൽ നിന്ന് പുറത്താണ്. ഒരാള് പറയുന്നു, ഞാൻ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾക്ക് നേർച്ചയാക്കുന്നു, പക്ഷെ റബ്ബാണെന്ന് തെളിയിക്കാൻ അയാളെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഒരു വലിയ അപരാധം ചെയ്തു. അള്ളാഹുവിന്റെ മേൽ ഭയങ്കരമായ ഒരു അപരാധം അയാൾ ഉണ്ടാക്കി. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതും ഞാനാണ് റബ്ബ് എന്ന് വളരെ വ്യക്തമായി അള്ളാഹ് പറഞ്ഞതുമായ കാര്യം അതിൽ നിന്ന് മറ്റൊരാളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടായി അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശം അതിനൊരു അംശമെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏതെങ്കിലും ഒരുത്തൻ അള്ളാഹ്ക്ക് അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് ഒരു അംശം പോലും വകവെച്ചു കൊടുത്താൽ അവന്റെ മേൽ സ്വർഗം ഹറാമാൻ, അവൻ സ്വർഗം ഹറാമാൻ. വമഅവാഹുന്നാർ, നരകം അവന്റെ അഭയമാൻ. വമാ ലിൽളാമിലീന മിൻ അൻസാർ, ആ കുരുത്തം കെട്ടവർക്ക് ഒരു തരത്തിലുള്ള സഹായം ലഭിക്കുകയില്ല. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയേ പറ്റൂ. എന്താണ് ഈമാൻ, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്. അതിനാദ്യം നാം അള്ളാഹുവിനെ പഠിക്കണം. അള്ളാഹുവിനെ പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കേണ്ട വിഷയം അള്ളാഹു റബ്ബാൻ. അതാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. അള്ളാഹു റബ്ബാൻ. ഈ പ്രപഞ്ചത്തിന് ഉടമപ്പെടുത്താൻ ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, അവൻ അള്ളാഹുവാണ്. ഒരു പുൽക്കൊടിയുടെ ഉടമസ്ഥാവകാശം പോലും അള്ളാഹു അല്ലാത്തവർക്കില്ല. അള്ളാഹു അല്ലാത്തൊരു നബിക്ക് ഒരു പുൽക്കൊടിയുടെ അവകാശം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു അല്ലാത്തൊരു റസൂലിന് ഒരു പുൽക്കൊടിയുടെ ഉടമസ്ഥാധികാരം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു അല്ലാത്തൊരു വലിയന് ഒരു പുൽക്കൊടിയുടെ ഉടമസ്ഥാവകാശം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. രണ്ടാമത് അള്ളാഹുവാണ് ഖാലിഖ്, ഖൽഖ്, നിർമ്മാണാധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ ആരെയും അള്ളാഹു തആല സമ്മതിച്ചിട്ടില്ല. അത് അള്ളാഹു തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു നബിക്ക് ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാനുള്ള ഏകപക്ഷീയമായ അധികാരം അള്ളാഹു തആല വകവെച്ചു കൊടുത്തിട്ടില്ല. ഒരു റസൂലിനെ വകവെച്ചു കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. എങ്ങനെ ജീവിച്ചത്? വഅൻഫുഖു ഫീഹി ബിഇദ്നില്ലാഹ്, അള്ളാന്റെ സമ്മതപ്രകാരമാണ് എന്ന്.
അള്ള പറഞ്ഞു ഊതാൻ, അപ്പൊ ഈസ നബി ഊതി, അപ്പോൾ അത് ജീവനുള്ളതായി. അള്ള പറഞ്ഞു തടവാൻ, അപ്പൊ ഈസ നബി തടവി. അപ്പോൾ ഇവിടെ വെറും അടിമ മാത്രമാണ് ഈസ, ഉടമ അള്ളാഹുവാണ്. ഇതിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. കംപ്ലീറ്റ് ഇടപെടൽ അള്ളാഹുവിന്റേതാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വെറും ഒരു അടിമ മാത്രമാണ് ഇക്കാര്യത്തിൽ. അത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു ലേശം അള്ളാഹുവിന്റെ അവകാശം മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. എന്തുകൊണ്ട്? അവരെത്ര ഉന്നതമായ പദവിയിലെത്തിയാലും ശരി, അള്ളാഹുവിന്റെ അവകാശം അള്ളാഹു തആലക്ക് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസോ മനുഷ്യരെ, ളുരിബ മസലുൻ, ഒരു ഉപമ വ്യക്തമാക്കി തരാം. ഫസ്തമിഊ ല, ശ്രദ്ധിച്ചു കേട്ടോളി. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ അഭയം തേടുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആശ്രയിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരാളും ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും നിർമ്മിച്ചിട്ടില്ല കേട്ടോ എന്ന്. നിർമ്മാണാധികാരം, ഒരു ഈച്ചയുടെ നിർമ്മാണം പോലും അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല എന്നൊരു തെളിവാണ് അള്ളാഹ് പറഞ്ഞത്. ലൻ യഖ്ലുഖു, തീർച്ചയായും അവർ നിർമ്മിച്ചിട്ടില്ല. ദുബാബ, ഒരു ഈച്ചയെ നിർമ്മിച്ചിട്ടില്ല അവർ. ഇനി അവർ ഒറ്റക്കൊറ്റക്ക് നിർമ്മിക്കുന്ന കാര്യം ഇരിക്കട്ടെ. വല വിജിത്തമഊല, ഇവരെല്ലാം കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. എല്ലാ നബിമാരും കൂടിയിട്ടൊരു കോർപ്പറേഷൻ, എല്ലാ റസൂലുകളും കൂടിയിട്ടൊരു കോർപ്പറേഷൻ, എല്ലാ ദേവികളും കൂടിയിട്ടൊരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരും കൂടിയിട്ടൊരു കോർപ്പറേഷൻ, എല്ലാ വലിയുകളും കൂടിയിട്ടൊരു കോർപ്പറേഷൻ, എല്ലാ ശൈഖുകളും കൂടിയിട്ടൊരു കോർപ്പറേഷൻ. എന്നാലും ശരി, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. വല വിജിത്തമഊല, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി ഒരു ജിത്തിമായത്തുണ്ടാക്കി, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി, ഒരു സൊസൈറ്റി ഉണ്ടാക്കി, എന്നാലും കഴിയില്ല എന്ന് പറഞ്ഞു അല്ലാഹു തആല. വല വിജിത്തമഊല. എന്നിട്ടാണോ പിന്നെ ഒറ്റക്കൊറ്റക്കുള്ള കാര്യം? ഇനി നിർമ്മിക്കുന്ന കാര്യം ഇരിക്കട്ടെ. അല്ലാഹു തആല പറഞ്ഞു, ഇവർ ഈച്ചയെ നിർമ്മിക്കുന്ന കാര്യം ഇരിക്കട്ടെ. ആ ശക്തികൾക്ക് മുമ്പിൽ, ആ വ്യക്തികൾക്ക് മുമ്പിൽ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ ആരാധിക്കുന്ന, ഈ പറയപ്പെടുന്ന, നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ശക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും പലഹാരം കൊണ്ടു കൊടുത്തു. ആ പലഹാരം ഈച്ച വന്നിട്ട് തിന്നാൻ തുടങ്ങി. ആ ഈച്ചയെ ഒന്ന് തട്ടാനും കൂടി ഈ പറയുന്നവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഈച്ചയെ ഒന്ന് തട്ടാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. എന്നിട്ടല്ലേ പിന്നെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയുക? അത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ വചനം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലഉഫത്താലിബു വൽ മത്ലൂബ്, ഈ പറയപ്പെടുന്ന അല്ലാഹു അല്ലാത്ത ശക്തികളെ അന്വേഷിച്ച് പോകുന്നവരും ബലഹീനർ. ഇവരാരെയാണോ അന്വേഷിച്ചു പോകുന്നത് അവരും ബലഹീനർ. ലഉഫത്താലിബു വൽ മത്ലൂബ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവല്ലാത്ത ശക്തികളെ, അല്ലാഹുവല്ലാത്ത വ്യക്തികളെ, അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ, അല്ലാഹുവല്ലാത്ത ശൈഖുകളെ, അല്ലാഹുവല്ലാത്ത വലിയുകളെ, അല്ലാഹുവല്ലാത്ത എന്താണോ അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവിനെ അറിയേണ്ട രീതിയിൽ അവർ അറിഞ്ഞില്ല, അല്ലാഹുവിനെ മതിക്കേണ്ട രീതിയിൽ അവർ മതിച്ചില്ല, അള്ളാഹിനെ ആദരിക്കേണ്ട രീതിയിൽ അവർ ആദരിച്ചില്ല. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ അന്വേഷിച്ചു പോകാൻ അവർക്ക് സാധിച്ചത് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല.